അല്ലു എന്നത് കേവലം ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാർ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ഫയർ ബ്രാൻഡ് തന്നെയാണ്. അല്ലുവിൻ്റെ സിനിമകൾ ലോകോത്തര ക്ലാസിക് ഒന്നുമല്ല, അസൽ കച്ചവട സിനിമകൾ തന്നെയാണ്. പക്ഷേ ആ സിനിമകളുടെ മാർക്കറ്റ് വാല്യൂ സിനിമ എന്ന വൻ വ്യവസായത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയം മികച്ചത് നമ്പർ 1 എന്നൊന്നും പറയാനും വയ്യ. പക്ഷേ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകന് വയറ് നിറച്ച് കൊടുക്കാനുള്ള ഫുൾ പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അയാൾ അവർക്ക് നൽകുന്നുണ്ട്, കൃത്യമായി ഓരോ സിനിമകളിൽ കൂടിയും. ശങ്കരാഭരണവും സാഗര സംഗമവും പിന്നീട് ഗീതാഞ്ജലി, എയ് ഹീറോ എന്നിവയിൽ ഒതുങ്ങിയിരുന്ന തെലുങ്ക് സിനിമ സ്നേഹം ഇവിടെ കേരളത്തിൽ ഒരു ജ്വരമാക്കി മാറ്റിയത് ഈ പയ്യൻ്റെ വരവോടുകൂടിയാണ്. അതും കൃത്യം 20 കൊല്ലം മുൻപ് ആരി എന്ന സിനിമയിലൂടെ മലയാളി യൂത്തിന് മുന്നിലെത്തിയ സ്റ്റൈലൻ പയ്യൻ തീർത്ത ഓളം വളരെ വലുതാണ്. പിന്നീട് അല്ലു പടങ്ങൾ ഓരോന്നിനും ഇവിടെ കിട്ടിയ വമ്പൻ വരവേൽപ്പ് എന്തെന്ന് ആർക്കും അറിയാവുന്നതാണ്. അല്ലു അർജുൻ മല്ലൂസ് ഓൺ അർജുനായി മാറിയപ്പോൾ അല്ലുവിനും ഈ നാട് പ്രിയങ്കരമായി. നമ്മുടെ നാടിൻ്റെ ദുരിതകാലത്തൊക്കെയും കൂടെ നിന്ന് ചേർത്ത് പിടിച്ച മറുനാടൻ താരങ്ങളിൽ പ്രധാനി ഈ ഫയർ ബ്രാൻഡ് തന്നെ. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് സന്ധ്യ തിയേറ്ററിൽ നടന്ന ദുരന്തം അത്യന്തം വേദനാജനകവും പുഷ്പ എന്ന ഇൻഡസ്ട്രിയിൽ മെഗാ ഹിറ്റിന് ശേഷം വരുന്ന അതിൻ്റെ 2ാം ഭാഗം റിലീസ് ചെയ്യുന്ന തിയേറ്ററിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള താരം എത്തുമ്പോൾ എന്തും സംഭവിക്കും എന്നതിനുള്ള തിരിച്ചറിവ് അധികാരികൾക്കല്ലേ ഉണ്ടാകേണ്ടത്. എങ്കിലും ചെയ്ത പിഴവിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാതെ തൻ്റെ പിഴവ് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം നിന്ന അല്ലു എന്ന മനുഷ്യനോട് ഇന്നലെ സ്റ്റേറ്റ് കാണിച്ചത് തികഞ്ഞ മര്യാദകേട് തന്നെയാണ്. നിയമപരമായി അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നത് തെറ്റല്ല. രേവന്ത് റെഡ്ഡി പറഞ്ഞ പോലെ എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒന്നു തന്നെയാണ് എന്ന വാദത്തോട് ആശയപരമായി യോജിക്കുന്നു. അപ്പോൾ പോലും അല്ലുവിനോട് ചെയ്തത് പ്രതികാര നടപടിയായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടിട്ടും ആ അറസ്റ്റിന് കൃത്യമായി വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്ത നീതി നിർവഹണം കണ്ടിട്ടും ഒക്കെയാണ്. വീട്ടിനുള്ളിൽ കയറി ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു തീവ്രവാദിയോ കൊലപാതകമോ ഒന്നുമല്ല. ഇന്നലെ തന്നെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും അതിൻ്റെ കോപ്പി എത്തിക്കാൻ വൈകിച്ചു. ആ ഒരു ദിവസമെങ്കിലും അദ്ദേഹം അകത്ത് കിടക്കട്ടെ എന്ന മനോനില ഏവർക്കും നീതി എന്ന നേർബുദ്ധിയല്ല. രേവന്ത് റെഡ്ഡി അത് പ്രതികാര ബുദ്ധി മാത്രമാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരമാണ് ചെയ്തു കൂട്ടിയത്. ഒരിക്കൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡ് സിനിമകൾ എന്നായിരുന്നു. ഇന്ത്യൻ സിനിമ എന്നത് ബോളിവുഡിനും കപൂർ ഫാമിലിക്കും പിന്നീട് ബച്ചൻ ഖാൻ ത്രയങ്ങൾക്കും പിന്നാലെ നടന്നിരുന്ന കാലത്ത് നിന്നും ബാഹുബലി, RRR, KGF എന്നീ ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് പിന്നാലെ എത്തിയപ്പോൾ പൊളിച്ചെഴുത്ത് സംഭവിച്ചത് ഇന്ത്യൻ സിനിമ മീൻസ് ഹിന്ദി സിനിമ എന്ന സങ്കല്പത്തിനായിരുന്നു. ഇപ്പോൾ 8 ദിവസം കൊണ്ട് പുഷ്പ 2 നേടിയ 1100 കോടി കളക്ഷൻ കാണിക്കുന്നത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയുടെ പവർ. ആ പവറിന് പിന്നാലെ പവർ ബാങ്കിന് നിലവിൽ ഒരേ ഒരു പേര്, അല്ലു അർജുൻ എന്ന ഫയർ ബ്രാൻഡ്.